എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഡേറ്റിംഗ് ലൈഫ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വോയിസ് കൊടുക്കല്ലേ ചെയ്യുക. അപ്പോൾ എനിക്കിന്നൊരാഗ്രഹം നമുക്ക് ഇതേപോലെ ഒരു ഓൺ വോയിസ്, അതായത് വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ സംസാരിച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന്. എത്ര നേരം പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അലപ്പിൻ്റെ സൗണ്ട് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഫാദുക്കുട്ടി ഉറങ്ങുകയാണ്, ഫൈസിക്കുട്ടി മദ്രസക്ക് ഒരുക്കുകയാണ്, ഇപ്പോൾ ഉറങ്ങുകയാണ്, ഇക്ക പുറത്ത് പോയി. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ഇന്നത്തെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഫൈസിക്കുട്ടിനെ ചിലപ്പോൾ സ്കൂളിലേക്ക് വിടുന്നുള്ളൂ കേട്ടോ. നമ്മൾ തെങ്കര പൂരാണ്. അപ്പോൾ അവനെ പുറത്തൊക്കെ കയറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അവനെ സ്കൂളിൽ വിടില്ല. അതുകൊണ്ട് തന്നെ രാവിലെ അങ്ങനെ വലിയ പണികളില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി ചോറും കറി ഇതൊക്കെ നമ്മൾ പിന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, പിന്നെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. നമ്മൾ ഗ്രീൻ പീസൊക്കെ വേവിച്ചിട്ടുണ്ട്. നമുക്കിത് കറിയാക്കണം. പിന്നെ ഇതാ മാവ് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 2 എണ്ണമൊക്കെ തന്നെ മതിയാവും. ഒരുപാട് വെളുത്തുള്ളിൻ്റെ ആവശ്യമില്ല. നമുക്കിതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരാം. ഞാനല്ലേ എവിടെ താമസിക്കണെന്നറിയോ? അണ്ണൻ്റെ വീടിൻ്റെ മുന്നിലില്ലേ, അവിടെയാണ്. ചട്ടി കുറച്ച് ഓവർ ചൂടായി ഇതുകൊണ്ട് അത് നമുക്കിനി കടി കിട്ടും കൊടുക്കാം കേട്ടോ. സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് കുറച്ച് തേങ്ങ കൊണ്ട് ചേർത്തിട്ട് അങ്ങനെ നമ്മളിതാ നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ അടുപ്പത്ത് വെച്ച് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തറവാടിൻ്റെ മുന്നിൽ ആന വരുന്നുണ്ട്, ആനനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഇതാ പോവാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ കറിയൊക്കെ ഓഫ് ചെയ്ത് ഞാൻ മക്കളെയും കൂട്ടിയിട്ട് ഇതാ വന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ ആന കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആന കുളിപ്പിക്കുന്നതൊക്കെ കണ്ട് വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഗ്രീൻ പീസിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗ്രീൻ പീസും പിന്നെ കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ്. നമ്മൾ കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. തേങ്ങ മാത്രം അരയ്ക്കുന്നതിനേക്കാൾ കുറച്ച് ഗ്രീൻ പീസ് കൂടി അരച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഞാൻ അതുകൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചാലും മതി കേട്ടോ, നമുക്ക് ഒന്നുകൂടി തിക്കാവാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. പക്ഷേ ഞാൻ പച്ചമുളക് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയി. ഇനി ദോശ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയി. അതിന് ആനപ്പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ വേഗം ദോശയൊക്കെ ഉണ്ടാക്കി ഫൈസിക്കുട്ടിക്കും ഞാനും ഇപ്പാക്കും എല്ലാവർക്കും കൂടി കൊടുത്ത് കഴിച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ആന നമ്മളെ തറവാട്ടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കെട്ടിയിടാൻ വരുന്നുണ്ട് കേട്ടോ. അവിടെയാണ് കെട്ടിയിടുക. അപ്പോൾ അവിടേക്ക് കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മക്കളും പിന്നെ തൊട്ട് മുന്നത്തെ വീട്ടിത്തവളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആനനെ കാണാൻ വേണ്ടി പോയി. ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി അവിടെ എത്തുമ്പോഴത്തേക്കും എൻ്റെ അട്ടപ്പാടിയിൽ നിന്ന് ഇളാമ്മയും പിന്നെ അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പാനെ കാണാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ആന കാണാതെ പോവാതെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്ന് അവർ സംസാരിച്ച് അവർക്ക് ചായയൊക്കെ കൊടുത്ത് അവരിറങ്ങിയപ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചോറ് കഴിച്ചിട്ട് പോകുന്ന കുറേ പറഞ്ഞു, പക്ഷെ അവർ കഴിച്ചില്ല എന്നല്ല, വേണ്ട പറഞ്ഞു, ഉണ്ടാക്കണ്ട പറഞ്ഞു. അങ്ങനെ അവർ പോയ ശേഷം പിന്നെയാണ് ഞാൻ ചോറ് കഞ്ഞിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചു. അടുപ്പിലല്ല, ഗ്യാസിൽ തന്നെയാണ് വെച്ചത്. പിന്നെ നമ്മൾ ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മാന്തൾ. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ ഓൺ വോയിസിൽ കാണാനാണോ അതോ വോയിസ് കൊടുത്തിട്ട് കാണാനാണോ എനിക്കിഷ്ടം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. മറ്റേ വീഡിയോ എടുക്കുന്ന സമയത്ത് സംസാരിച്ച് വീഡിയോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ, കാരണം ആ സമയത്ത് ഭയങ്കര സൗണ്ടായിരിക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് പാട്ടൊക്കെ പാടി അലമ്പാക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മളിതാ മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി ഒന്നിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ കറിയൊക്കെ ആക്കി വേഗം പണിയൊക്കെ തീർത്ത് ഒരു 4:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ കനാലിൻ്റെ അവിടെ ആനപ്പൂരം തുടങ്ങി, ആന വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആനപ്പൂരം എന്നാണ് നമ്മളിതിന് പറയാം. അങ്ങനെ ഞാനും നമ്മളെ ഫ്രണ്ടും മുന്നത്തവളും പിന്നെ എന്താ പറയുക അവരുടെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ ഫാദറിനും ബസ്സിക്കും മഞ്ഞ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നാൽ പിന്നെ പെട്ടെന്ന് തിരിച്ചറിയാമല്ലോ, പെട്ടെന്ന് കാണാൻ പറ്റും. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ആനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു, ബസ്സൊക്കെ ബ്ലോക്കായി കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറേ ബസ്സൊക്കെ നമ്മുടെ മെഴുകമ്പാറയിൽ കൂടെ ഒക്കെ ഇങ്ങനെ തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു തിരക്ക് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട്. നമ്മൾ കനാലിലൂടെ നിന്ന് 1 ആനയും പിന്നെ മെഴുകമ്പാറയിൽ നിന്ന് 3 ആനയും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞൊരാനക്കുട്ടിയും പിന്നെ ബാക്കി 2 വലിയ ആനയും പിന്നെ ചെറുപ്പാടത്തു നിന്ന് 1 ആന. അങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് മൊത്തം 4 ആനയാണ് പോകുന്നുണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഓരോ ആന ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ബാൻഡ് സെറ്റും ആ ഒരു എന്താ പറയുക കമ്മിറ്റീൻ്റെ ആൾക്കാരും അങ്ങനെ എല്ലാവരൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഇത് കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിങ്ങനെ നമ്മുടെ കമ്പനിക്കാരോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കാനൊക്കെ നല്ല രസമല്ല ഇങ്ങനെ. അങ്ങനെ ഇനി പൂരത്തിൻ്റെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നാലും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്യുക എന്നാൽ മാത്രമാണ് ഞാനിരുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളി. നല്ലൊരു വില്ലന്റെ ലുക്കൊക്കെ ഉണ്ട് മോഹൊക്കെ. അല്ല ഈ മുഖ ഷേപ്പൊക്കെ നല്ല